ന്യൂസ് സൈറ്റ് വാർത്ത ഫലം കണ്ടു. ചെളിക്കുളമായ മാങ്ങാട്ടിടം അയ്യപ്പൻതോട് പാലത്തിൽ കൂടി ഇനി ധൈര്യമായി സഞ്ചരിക്കാം. ചെളിക്കുളമായ റോഡ് മണ്ണിട്ട് ഉയർത്തി ബലപ്പെടുത്തി. അപകട ഭീഷണി ഉയർത്തിയ കൂട്ടിയിട്ട ജില്ലിക്കല്ലുകൾ നീക്കം ചെയ്തു. പാലത്തിന്റെ ഒരു ഭാഗത്ത് പാലത്തിനേക്കാൾ മുകളിൽ കല്ലിട്ട് ഉയർത്തിയതിനാൽ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് തമ്മിൽ കാണാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഇത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ന്യൂസ് സൈറ്റ് വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയിട്ട കരിങ്കല്ലുകൾ മാറ്റുകയും ചളിക്കുളമായ അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുകയും ചെയ്തത്. മാധ്യമപ്രവർത്തകർ ഇടപെട്ടതിനാലാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായതെന്ന് നാട്ടുകാരനായ അനിൽകുമാർ പറഞ്ഞു. റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വേണ്ടേ. വളരെ കാലമായി മഴ പെയ്തത് മുതൽ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ട് അവർ വന്നിട്ട് ഒരു 1.5 ഇഞ്ചെല്ലാം കച്ചി റോഡിൻ്റെ അടുക്ക് പാലത്തിൻ്റെ അടുക്ക് പൊന്തിച്ച് വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വരുന്ന വണ്ടീനെ ഇങ്ങോട്ടും കാണാൻ പറ്റില്ല, ഇങ്ങനെ വരുന്ന വണ്ടീനെ അങ്ങോട്ടും കാണാൻ പറ്റില്ല. ചളിയിലാണെങ്കിൽ 2 വീലിലും കൊണ്ട് പോകാൻ കഴിയാതെ പല ആളും വീഴുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയും തന്നെ ജനങ്ങളെ ദുരിതം അകറ്റണം, എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി തീർത്തിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇപ്പം നമ്മളെ എല്ലാവരും ഇടപെട്ട് ചാനലും വാർത്തയിലും വന്നപ്പോൾ അവർ വന്ന് ചെറിയൊരു പണിയെല്ലാം എടുത്തിട്ട് ഇപ്പോഴും ദുരിതം അവസാനിച്ചില്ല. ചളിയൊന്നും മാറി കിട്ടുന്നില്ല. 2 വീലും കൊണ്ടും മറ്റുള്ള ലേഡീസ് ആയിക്കോട്ടെ ആർക്കും തന്നെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. 2 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. അഴീക്കോടുള്ള ഗ്രാവിറ്റി കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരുന്നത്. 5.5 മീറ്റർ വീതിയിൽ 2 ഭാഗത്തുമായി 200 മീറ്ററാണ് അപ്രോച്ച് റോഡ് വരുന്നത്. പഴയ പാലത്തിന്റെ നീളം 12 മീറ്റർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 17 മീറ്ററാക്കി ഉയർത്തി. വീതി 8.5 മീറ്ററിൽ നിന്നും 11 മീറ്ററായും ഉയർത്തി. 1.5 മീറ്റർ വീതിയുള്ള ഫുട്പാത്തും ഇവിടെയുണ്ട്. കരാർ കാലാവധി കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. എന്നാൽ മഴ കാരണമാണ് പ്രവൃത്തി വൈകാൻ ഇടയായതെന്നും എത്രയും വേഗം പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും കരാറുകാർ പറയുന്നു. ന്യൂസ് സൈറ്റ് പുതുപ്പറമ്പ. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.